السلام عليكم ورحمة الله وبركاته. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وأصحابه الفائزين برضا الله، أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പരിപൂർണമായും ജീവിതത്തെ സമർപ്പിക്കുന്നവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്നുള്ളത്. തന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കും അവന്റെ വിരോധങ്ങൾക്കുമൊക്കെ വശംവദരായി അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ച് ജീവിക്കേണ്ടുന്നവനാണ് മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മുസ്ലിം അങ്ങനെയാണ്. ഇസ്ലാമിന്റെ ഏതെങ്കിലും വശങ്ങളെ, ഏതെങ്കിലും ചില കാര്യങ്ങളെ അംഗീകരിക്കുകയും ചില കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന് യോജിച്ച സംഗതിയല്ല. ചില ആളുകൾ ഇസ്ലാമിന്റെ പല കാര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ തങ്ങൾക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ തങ്ങളുടെ യുക്തി അതിനോട് പാകപ്പെടുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചില വിഷയങ്ങളെ മാറ്റി നിർത്തുന്ന ആളുകളുമുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല 208 ആയത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ പരിപൂർണമായി സിൽമിലേക്ക് പ്രവേശിക്കണം. അള്ളാഹുവിനെ കീഴൊതുങ്ങുന്ന വിഷയത്തിലേക്ക്, അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ പരിപൂർണമായി, കാഫത്തൻ, നിങ്ങൾ ഏതെങ്കിലും വശങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചിലതിനെ അംഗീകരിക്കുക, മറ്റു ചിലതിനെ കൈയൊഴിയുക എന്ന ആ ഒരു ഏർപ്പാട് പാടില്ല എന്നും, നിങ്ങൾ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, പരിപൂർണമായി സിൽമിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, കാരണം നിങ്ങൾ ഈ സൽപാന്താവിലൂടെ, നേർമാർഗത്തിലൂടെ പ്രവേശിക്കുക എന്നുള്ളത് പിശാചിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ നേരെ പോകുന്ന വഴികളിലൊക്കെ തന്നെയും പിഴപ്പിക്കാൻ പിശാചുണ്ടാകും. പക്ഷേ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ആ പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരാതിരിക്കുക. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രു തന്നെയാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ കരുതിയിരിക്കണം എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ പലപ്പോഴും വിശ്വാസ കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ നിഷ്ഠ പുലർത്തുന്ന, വളരെ കാര്യക്ഷമമായി അതിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളിൽ മാത്രമല്ല, സ്വഭാവ പെരുമാറ്റങ്ങളിൽ, അനുഷ്ഠാന കർമ്മങ്ങളിൽ എല്ലാം തന്നെ നിഴലിച്ചു നിൽക്കേണ്ട ഒന്നാണ് ഈ ഒരു നിഷ്ഠ, അല്ലെങ്കിൽ ഈ ഒരു സൂക്ഷ്മത എന്ന് പറയുന്നത്. വിശ്വാസ കാര്യങ്ങൾ നമ്മെ വഹയിലൂടെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള കർമാനുഷ്ഠാനങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇൻ ഹുവ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം ഒന്നും മതപരമായ വിഷയങ്ങൾ പറയാറില്ല. വമാ യന്തിഖു അനിൽ ഹവാ, ഇച്ഛകൾക്കനുസരിച്ച് സംസാരിക്കുന്നവരല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, എന്താണോ വഹി നൽകപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവരാണ്
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അല്ലാഹു അവതരിപ്പിച്ചുവെങ്കിൽ അനുഷ്ഠാന കാര്യങ്ങളും കർമാനുഷ്ഠാന കാര്യങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിലൂടെ തന്നെയാണ് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ലോകർക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാന കർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് തർക്കമില്ലാതെ നമസ്കാരമാണ്. അപ്പോ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കേരളക്കരയിൽ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളക്കരയിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പലരും വ്യത്യസ്ത കോലത്തിലും ഭാവത്തിലുമാണ്. നമുക്കറിയാതെ ഓരോ വിഭാഗമുണ്ട് എങ്കിൽ ആ വിഭാഗങ്ങളിലൊക്കെ തന്നെയും നിഴലിച്ചു നിൽക്കുന്ന നിസ്കാരത്തിൽ പോലും വിഭിന്ന സ്വഭാവവും രീതികളും ഒക്കെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയും. വിശ്വാസങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഉണ്ട്. പക്ഷെ കർമാനുഷ്ഠാന രംഗത്തെങ്കിലും അതിൽ ഒരു യോജിപ്പുണ്ടാകുമെന്ന് തോന്നിയാൽ അതുമില്ല. അവിടെയും വിഭാഗീയതകളും വ്യത്യസ്ത രൂപവും ഭാവവും ശൈലിയും ഒക്കെ നിസ്കാരത്തിന്റെ വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. എപ്രകാരമാണോ ഞാൻ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടുമുള്ളത്, ആ രൂപത്തിലും ആ ഭാവത്തിലും ആ ശൈലിയിലുമാവണം നിങ്ങൾ നിസ്കരിക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഖുർആനിൽ നിസ്കരിക്കണം എന്ന ആഹ്വാനമുണ്ട്, കൽപ്പനകളുണ്ട്. അഖീമുസ്സലാ വ ആതു സക്കാ എന്നൊക്കെയുള്ള നിങ്ങൾ നിസ്കാരം നിലനിർത്തണം തുടങ്ങിയിട്ടുള്ള ആ ഒരു കൽപ്പനകൾ നമുക്ക് കാണാമെങ്കിലും നിസ്കാരത്തിന്റെ രൂപവും അതിന്റെ സ്വഭാവവും അതിന്റെ വഖ്തുകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു അഖീമുസ്സലാ വ ആതു സക്കാ എന്നുള്ള പ്രയോഗങ്ങൾ, അപ്പോൾ നിങ്ങൾ നിസ്കരിക്കുക, എന്നാൽ അതിന്റെ രൂപങ്ങൾ, കൈഫിയത്ത്, അതിന്റെ വഖ്തുകൾ, അതിന്റെ രൂപങ്ങൾ, ഇതൊക്കെ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നിസ്കാരം എന്ന ആ പ്രധാനപ്പെട്ട ആരാധന സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് വുളൂ ആണ്, അംഗശുദ്ധി വരുത്തലാണ്. അംഗശുദ്ധിയെ പറ്റി ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി, നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം. വഅയ്ദിയക്കും ഇലൽ മറാഫിഖ്, മുട്ടുവരെ നിങ്ങൾ കൈകൾ കഴുകണം. വംസഹൂ ബിറൂസിക്കും, നിങ്ങൾ തല തടവണം. വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ നെരിയാണി വരെ, കഅബ് വരെ നിങ്ങൾ കാല് കഴുകാൻ വേണം. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ രൂപത്തിൽ ഒരാൾ ഒന്നുണ്ടാക്കാൻ നിന്നാൽ അത് ശരിയാവും. ഈ പറഞ്ഞ രൂപത്തിലാണ് എങ്കിൽ നിങ്ങൾ മുഖം ആദ്യം തന്നെ മുഖം കഴുകുക, അതേപോലെ തന്നെ മുട്ടുൾപ്പെടെ കൈകൾ കഴുകുക എന്ന ശൈലിയല്ലല്ലോ നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നത്? നമ്മള് കൈപ്പടം കഴുകി, കുപ്പിളിച്ചു, മൂക്കൾ വെള്ളം കയറ്റി ചീറ്റി, മുഖം കഴുകി, കൈ കഴുകി, ഈ രൂപത്തിലാണ്. അപ്പൊ അത് അവിടുന്ന് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അവിടുന്ന് സ്വഹീഹായ ഹദീസിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു തന്ന, അതാണ് ഖുർആന്റെ ജീവിതം, ഖുർആന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ചില നിർദ്ദേശങ്ങളും കൽപ്പനകളും നൽകുമ്പോൾ അതിനെ പ്രായോഗികവൽക്കരിക്കുകയായിരുന്നു സഹാബാ കിറാമയുടെ അവരുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അങ്ങനെയാണ്. അപ്പൊ ആ രൂപത്തിലാണ്. അപ്പോ ഇതിന്റെ എല്ലാം രൂപങ്ങൾ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ എങ്ങനെയാണ് നിങ്ങൾ വുളു എടുക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവർ പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്, അല്ലെ? ഖുദൂ മിന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്നാവണം ഹജ്ജിന്റെ പിന്നെ കാര്യങ്ങൾ പഠിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ കർമാനുഷ്ഠാന രംഗങ്ങളിലൊക്കെ തന്നെയും നബിയുടെ ചര്യ നിങ്ങൾ ഫോളോ ചെയ്യണം, പിൻപറ്റണം എന്നുള്ളതാണ് ഖുർആനിന്റെ ആ ഒരു നിർദ്ദേശം പോലും. അപ്പോ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ നിലയിൽ അവിടുന്ന് പഠിപ്പിച്ച രീതികളൊക്കെ തന്നെയും വിശുദ്ധ ഖുർആൻ നമുക്ക് ഒരു ഭാഗത്ത് പ്രകാശം നൽകുമ്പോൾ അതിന്റെ വിശദീകരണം എന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ച മാതൃകകൾ സ്വഹീഹായ നിലയിൽ
നമുക്ക് കാണുവാൻ സാധിക്കും. അത് സ്വീകരിച്ചാൽ മതി. ദഈഫായ ഹദീസുകൾ എമ്പാടും സമൂഹത്തിലുണ്ട്. അതെല്ലാം നമ്മൾ സ്വീകരിക്കാൻ നിന്നാൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഈ ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം എങ്ങനെയാവണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹങ്ങൾ ഛിന്ന ഭിന്നമായിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം വിഷയങ്ങളൊക്കെ, ചരിത്രത്തിലേക്ക് പോവല്ല. അവിടെയെല്ലാം ആ സ്വഹാബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് തൊട്ടുശേഷമുണ്ടായ പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അവിടെ ചില ആളുകൾ പിൽക്കാലത്ത് കടന്നു വരികയുണ്ടായി. തങ്ങളുടെ കച്ചവട ലാഭങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ ലാഭത്തിനും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് കാല റസൂലുള്ളാഹി എന്നും പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പല സംഗതികളും അവർ കടത്തിക്കൂട്ടുകയുണ്ടായി. അതിന് ശേഷമാണ് കൃത്യമായി ക്രോഡീകരണത്തിലൂടെ സ്വഹീഹായ ഹദീസുകളെ വേർതിരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് പണ്ഡിതന്മാർ കടന്നു വരുന്നത്. അപ്പോ ആ നിലക്ക് സ്വഹീഹായ നിലക്ക് വന്നിട്ടുള്ളതിനെ നാം സ്വീകരിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ആ വിഷയത്തിൽ നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകരിലേക്കുമാണ്. എന്താണോ ഖുർആൻ പറഞ്ഞത്, എന്താണ് ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃക, അത് സ്വീകരിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ നമ്മൾ ഈ അനുഷ്ഠാന കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ എന്താണ് ഹദീസിന്റെ പിൻബലം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കാണിച്ചതും പഠിപ്പിച്ചു തന്നത്, ആ വിഷയമായിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിതാന്ത്യം വരെ നിലകൊള്ളുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.